അങ്ങനെ നമ്മൾ തായ്ലൻഡ് ട്രിപ്പ് ദേ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മൾ തായ്ലൻഡിലേക്ക് പോകാനായിട്ട് 12:40 തായ് എയർവേസിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഒരു 9:30 കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. എന്നിട്ട് നമ്മൾ തായ് എയർവേസിൻ്റെ കൗണ്ടറിൽ പോയി അവിടുന്ന് ബോർഡിംഗ് പാസ് എല്ലാം കളക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് തായ് എയർവേസിൻ്റെ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് തന്നെ ലഗേജസ് ഒരാൾക്ക് 23 kgs പെർമിറ്റഡ് ആയിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ട്രിപ്പ് പോയതുകൊണ്ട് 3-4 ദിവസം ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ, അത്രയും ലഗേജ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്ക് ബോർഡിംഗ് പാസും കാര്യങ്ങളെല്ലാം കിട്ടി കേട്ടോ. പക്ഷേ എന്നിട്ട് നമുക്കൊരു 1 or 2 hours അവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉള്ളത് കാരണം ഞങ്ങൾ ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന കുറേ സമയം കളഞ്ഞു. അതിനുശേഷം ഒരു 12:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഗേറ്റ് നമ്പർ 5 അങ്ങോട്ട് ചെന്നു. അവിടെ നിന്നായിരുന്നു കേട്ടോ നമ്മൾ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഗേറ്റ് നമ്പർ 5 അവിടെ നമ്മളെത്തി. അത് അന്നേരമൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കൊച്ചിയിൽ ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആവുമോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുമോ എന്നൊക്കെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും തായ് എയർവേസ് 1 മിനിറ്റ് പോലും ഡിലേ കാര്യങ്ങളൊന്നും വരുത്താതെ എല്ലാം ഓൺ ടൈമിൽ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി കേട്ടോ. അങ്ങനെ രാത്രിയിൽ നല്ലൊരു ഉറക്കമെല്ലാം കഴിഞ്ഞ് പയ്യെ എഴുന്നേറ്റു. രാത്രി പറയുന്ന പോലെ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് സമയത്ത് നല്ല രീതിയിലുള്ള എയർ ടർബുലൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. 1-2 ടർബുലൻസ് ആക്ച്വലി ശരിക്കും നല്ല പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഉണ്ടായി. പക്ഷേ എന്നാലും കുഴപ്പമില്ല. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓവറോൾ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. രാത്രിയും കൂടെ ആയത് കാരണം നമ്മൾ ശരിക്കും ഉറങ്ങി ഫ്രഷായിട്ട് തന്നെയാണ് എഴുന്നേറ്റത്. വേറെ വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എഴുന്നേറ്റപ്പം. അങ്ങനെ ഇന്ത്യൻ ടൈം ഏകദേശം ഒരു 4:50 ആയപ്പോഴത്തേക്കും നമ്മൾ ബാങ്കോക്കിൽ ലാൻഡ് ചെയ്യാറായി കേട്ടോ. ഇന്ത്യൻ ടൈം 4:50 എന്ന് പറയുമ്പോൾ ബാങ്കോക്കിലെ ടൈം ഏകദേശം ഒരു 6:20 നമ്മുടെ ഇന്ത്യൻ ടൈമും ബാങ്കോക്ക് ടൈമും തമ്മിൽ ഏകദേശം ഒരു 1.5 hours വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ 6:20 ആയപ്പോഴത്തേക്കും നമ്മൾ ലാൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിനകത്തൊരു 5 minutes ഡിലേ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഇറങ്ങി പുറത്തിറങ്ങാനുള്ളൊരു താമസം. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ നേരെ ലഗേജിൻ്റെ കൗണ്ടറിലേക്ക് പോകാമെന്നുള്ള